ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെട്രോളിലും ഗ്യാസിലും പണി കിട്ടിയ ഇന്ത്യക്കാർക്ക് ഇരുട്ടടിയായി മൊബൈൽ റീചാർജിലും ഷോക്ക് വരുന്നു. അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ ടെലികോം കമ്പനികൾ നിരക്ക് വർധന നടപ്പിലാക്കുമെന്ന സാമ്പത്തിക സ്ഥാപനമായ നൊമൂറ റിസർച്ചിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ ഇക്കുറി നിരക്ക് വർധനവ് ഉപഭോക്താക്കൾക്ക് താങ്ങാൻ ആയേക്കില്ലെന്നും മുന്നറിയിപ്പുകളുണ്ട്. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ടെലികോം നിരക്ക് വർധനയ്ക്ക് കളമൊരുങ്ങുന്നത്. ഇറാൻ യുദ്ധത്തോടെ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന ഇന്ത്യയുടെ വയറ്റത്തടിക്കുന്ന തീരുമാനമായിരിക്കും വർധനവെന്നും വിദഗ്ധർ പറയുന്നു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ 2026 അവസാനത്തോടെ നിരക്ക് വർധന നടപ്പിലാക്കിയില്ലെങ്കിൽ കമ്പനികളുടെ വരുമാനം പരിമിതമായിരിക്കുമെന്നും ഇവർ പറയുന്നു. 2019 ശേഷമുള്ള എല്ലാ 2 വർഷങ്ങളിലും ഇന്ത്യൻ ടെലികോം കമ്പനികൾ 29% വരെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൂന്നാം പാദത്തിൽ 15% വരെ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് കമ്പനികൾ ഒരുങ്ങുന്നത്. ഇന്റർനെറ്റിന് ചിലവാക്കുന്ന തുകയിൽ നിന്നും ഒരു ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്ന ശരാശരി വരുമാനത്തിൽ ഇന്ത്യ ഏറെ പിന്നിലാണെന്നാണ് മൊബൈൽ കമ്പനികൾ ഉയർത്തുന്ന വാദം. ഇതുകൊണ്ട് തന്നെ നിരക്ക് വർധനയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇത് ഉപഭോക്താക്കൾക്ക് താങ്ങാനാകുമോ എന്ന കാര്യത്തിൽ ബ്രോക്കർ ഏജന്റുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്കാരുടെ പ്രതിശീർഷ വരുമാനം കുറവാണ്. നിരക്ക് കൂടിയാൽ അവർക്കത് താങ്ങാനായേക്കില്ല. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഉപഭോക്താക്കൾ മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ നിരക്കാണ് അടക്കുന്നത്. മാത്രവുമല്ല, മൊബൈൽ ഫോൺ ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. വിദ്യാഭ്യാസം, തൊഴിൽ, പണമിടപാടുകൾ തുടങ്ങി മൊബൈൽ ഫോണിനെ ആശ്രയിക്കാതെ ആർക്കും മുന്നോട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റീചാർജ് ചിലവിൽ ചെറുതായി ഉണ്ടാകുന്ന ചെലവ് പോലും ആളുകളെ കാര്യമായി ബാധിക്കുമെന്നും നൊമൂറ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യൻ ടെലികോം വിപണി വലുതാണെങ്കിലും പല ഉപഭോക്താക്കളും ഇപ്പോഴും ചെറിയ റീചാർജ് പ്ലാനുകളാണ് തിരഞ്ഞെടുക്കുന്നത്. അതിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ഇവരുടെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആളുകൾ മൊബൈൽ റീചാർജിന് വേണ്ടി ചിലവാക്കുന്ന തുക കുറക്കാൻ സാധ്യതയുണ്ട്. പല ആളുകളും ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരാണ്. നിരക്ക് വർധന ഇതിലും മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ഇനി എന്തിനാണ് റീചാർജ് വർധനമെന്ന് നോക്കാം. മൊബൈൽ നെറ്റ്വർക്കുകൾ നിർമ്മിക്കുവാനും അത് മാനേജ് ചെയ്യുവാനും ഒപ്പം സ്പെക്ട്രം അനുവദിച്ച് പണം അടക്കുന്നതിനും മൊബൈൽ കമ്പനികൾക്ക് വലിയ തുക ആവശ്യമാണ്. അത് നികത്താൻ മൊബൈൽ പ്ലാനുകളുടെ നിരക്ക് ഉയർത്തുക മാത്രമാണ് കമ്പനികളുടെ മുന്നിലുള്ള എളുപ്പവഴി. ഒരു ഉപഭോക്താവിൽ നിന്നും പ്രതിമാസം ലഭിക്കുന്ന ശരാശരി തുക ARPU ഉയർത്തിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് കമ്പനികളും വാദിക്കുന്നു. ഇതേസമയം ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷന് ഇന്ത്യയിൽ ഈടാക്കുന്ന തുക ചൈന, ജപ്പാൻ, കാനഡ പോലെയുള്ള രാജ്യങ്ങളെക്കാൾ വളരെ കുറവാണെന്നും നൊമൂറ വിലയിരുത്തുന്നു. ഇതുകൊണ്ട് തന്നെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന്റെ വില വർധന കാര്യമായി ഉപഭോക്താക്കളെ ബാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകൾ തുടരുന്നു.